അതിശക്തമായ മഴയിൽ കേരളത്തിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നതിനിടയിലാണ് അറബിക്കടലിൽ മറ്റൊരു അപകടമുണ്ടായിരിക്കുന്നത്. മറ്റൊന്നുമല്ല, അവിടെ വലിയൊരു ചരക്ക് കപ്പൽ ചെറുതായി മറിയുകയും ആ ചരക്ക് കപ്പലിൽ നിന്ന് ചില കണ്ടെയ്നറുകൾ കടലിൽ പതിക്കുകയും ചെയ്തിരിക്കുകയാണ്. ആ കണ്ടെയ്നറുകളിൽ ചില അപകടകരമായ വസ്തുക്കളുണ്ട് എന്ന റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് തീരദേശ മേഖലയിൽ വലിയ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നതാണ്. എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് ആദ്യം തന്നെ ഒന്ന് പരിശോധിക്കാം. ചരക്ക് കപ്പലാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. MSC എൽസ 3 എന്ന പേരിലുള്ള ലൈബീരിയൻ കപ്പലാണ് അപകടത്തിൽപ്പെട്ടത്. എന്തായാലും ഇന്ന് ഉച്ചയോടുകൂടിയാണ് അപകടം ഉണ്ടായിട്ടുള്ളത്. ലൈബീരിയൻ കപ്പൽ അങ്ങനെ അപകടത്തിൽപ്പെടുന്നു. അതിന് പിന്നാലെ എന്താണ് സംഭവിച്ചത് എന്ന് നോക്കാം. ഫീഡർ കപ്പലാണ് അപകടത്തിൽപ്പെട്ടത്. ഫീഡർ കപ്പൽ എന്ന് പറഞ്ഞാൽ വിഴിഞ്ഞം പോലെയുള്ള വലിയ മദർ പോർട്ടുകളിൽ നിന്ന് മറ്റ് ചെറിയ ചെറിയ തുറമുഖങ്ങളിലേക്കായി, ഇന്ത്യയിലെ വിവിധ തുറമുഖങ്ങളിലേക്കായി സാധനങ്ങൾ, അതായത് ചരക്ക് ഗതാഗതത്തിനായി ഉപയോഗിക്കുന്ന കപ്പലുകളെയാണ് ഫീഡർ കപ്പൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ MSC 3 എന്ന പേരിലുള്ള ഫീഡർ കപ്പലാണ് അപകടത്തിൽപ്പെട്ടത്. എന്താണ് യഥാർത്ഥത്തിൽ ഈ അപകടത്തിന് കാരണം, എന്താണ് സംഭവിച്ചത് എന്നതിലൊക്കെ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. കൊളംബോയിൽ നിന്ന് വിഴിഞ്ഞത്തേക്ക് വന്ന കപ്പലാണത്. ഇന്നലെയാണ് വിഴിഞ്ഞത്തെത്തിയത്. അപ്പോൾ വിഴിഞ്ഞത്തെത്തിയതിന് പിന്നാലെ തന്നെ കൊച്ചിയിലേക്ക് തിരിക്കുകയാണ് കപ്പൽ ചെയ്തത്. അത് കൊച്ചിയിൽ നിന്ന് തൂത്തുക്കുടിയിലേക്ക് പോകേണ്ടിയിരുന്ന കപ്പലായിരുന്നു. ചരക്ക് ഗതാഗതം നടത്തേണ്ട കപ്പലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് യാത്ര തിരിച്ചപ്പോഴാണ് ഇങ്ങനെയൊരു അപകടം ഉണ്ടാകുന്നത്. അപകടം നടന്നത് ഏകദേശം ഇന്ന് ഉച്ചയ്ക്ക് 1:25 അപകടമുണ്ടായത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. കൃത്യമായി തന്നെ എന്താണ് സംഭവിച്ചത് എന്നതിലൊക്കെ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ഏതാണ്ട് തീരത്ത് നിന്ന് 38 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചാണ് ഇങ്ങനെയൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. അപകട കാരണം വ്യക്തമായിട്ടില്ല. ഇനി അത് വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ നാളെയോടുകൂടി എന്താണ് സംഭവിച്ചത്, എന്തുകൊണ്ട് ഈ കപ്പൽ ചരിഞ്ഞു, അത് ഈ കണ്ടെയ്നറുകളുടെ ഒരു ഭാരം കൊണ്ടാണോ അതോ മറ്റെന്തെങ്കിലും സാങ്കേതിക തകരാറുകൾ മൂലമാണോ ഇങ്ങനെയൊരു അപകടം ഉണ്ടായത് എന്നതൊക്കെ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇങ്ങനെയൊരു അപകടത്തിന് പിന്നാലെ തന്നെ ഈ ഷിപ്പിംഗ് കമ്പനി അധികൃതർ, ഷിപ്പിലുണ്ടായിരുന്നവർ നമ്മുടെ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തെ വിവരമറിയിക്കുകയും അതിന് പിന്നാലെ കോസ്റ്റ് ഗാർഡ് അങ്ങോട്ടേക്ക് തിരിക്കുകയുമാണ് ചെയ്തത്. കപ്പലിലുണ്ടായിരുന്നവരെയൊക്കെ സുരക്ഷിതരായി തന്നെ എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നുകൂടി അറിയാൻ കഴിയുന്നുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിലുള്ളത് കോസ്റ്റ് ഗാർഡും നേവിയും തന്നെയാണ്. 400-ലധികം കണ്ടെയ്നറുകൾ ആ ഷിപ്പിലുണ്ടായിരുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. അപ്പോൾ ആ 400-ലധികം കണ്ടെയ്നറുകളിൽ 6 മുതൽ 8 വരെ കാർഗോ കണ്ടെയ്നറുകളാണ് ഇപ്പോൾ കടലിൽ വീണിരിക്കുന്നത്. ആ കണ്ടെയ്നറുകളിൽ എന്താണ് ഉള്ളത് എന്നതിലും ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. എന്തായാലും അപകടകരമായ വസ്തുക്കൾ ഉണ്ട് എന്ന് തന്നെയാണ് അവർ അറിയിച്ചിട്ടുള്ളത്, കോസ്റ്റ് ഗാർഡ് അറിയിച്ചിട്ടുള്ളത്. അതിൽ സൾഫർ ഓയിൽ പോലെയുള്ള ഓയിലുകൾ, അപകടകരമായ ഓയിലുകളാണ് അതിലുള്ളത്. അപ്പോൾ അതിപ്പോൾ വടക്കൻ കേരളത്തിലേക്ക്, നമ്മുടെ കടലിന്റെ തിരമാലകളുടെ വേഗതയ്ക്കും കാറ്റിനും അനുസരിച്ച് വടക്കൻ കേരളത്തിന് തീരത്തിന് സമീപമായി നീങ്ങുന്നു എന്നാണ് അറിയുന്നത്. അപ്പോൾ കൊച്ചി, തൃശൂർ, ആലപ്പുഴ ജില്ലകളിലെ തീരമേഖലയ്ക്കാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഈ കണ്ടെയ്നറുകൾ തീരത്തടിഞ്ഞു കഴിഞ്ഞാൽ അത് ഉടൻ തന്നെ വിവരം അറിയിക്കണം. അത് പോയി പരിശോധിക്കാനോ അത് തൊടാനോ നിൽക്കരുത് എന്ന കർശനമായ നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ജാഗ്രതാ നിർദ്ദേശം നമ്മുടെ തീരമേഖലയ്ക്കുണ്ട്. ഇനി എന്തായാലും ആ ഷിപ്പിലുണ്ടായിരുന്ന 24 പേരെയും സുരക്ഷിതരാക്കിയിട്ടുണ്ട് എന്ന വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. പക്ഷേ നോക്കൂ, ആ കപ്പൽ അതേ രീതിയിൽ, അപകടകരമായ രീതിയിൽ തന്നെ നമ്മുടെ കടലിൽ തുടരുകയാണ്. അത് പൂർണ്ണമായും അറിയാനിടയുണ്ട്. അതിലെ കണ്ടെയ്നറുകളെല്ലാം കടലിൽ പതിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി എന്താകും അടുത്ത നീക്കം എന്നുകൂടി നോക്കാം. സിജോ വിജോൺ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സിജോ, എല്ലാ യാത്രക്കാരെയും അല്ലെങ്കിൽ കപ്പലിലുണ്ടായിരുന്ന എല്ലാവരെയും സുരക്ഷിതരാക്കിയിട്ടുണ്ട്. പക്ഷേ ഇനി എന്താണ് അടുത്ത നീക്കം? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ജീവനക്കാരെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റുക എന്നുള്ളതായിരുന്നു. പ്രാഥമിക നിലയിൽ അതിനാണ് നേവിയും അതോടൊപ്പം തന്നെ കോസ്റ്റ് ഗാർഡും മുൻഗണന നൽകിയിരുന്നത്. അത് പൂർണ്ണമായും വിജയിച്ചിരിക്കുന്നു. ഈ കപ്പലിലുണ്ടായിരുന്ന 24 പേരാണുള്ളത്. 21 പേരെയും കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പലിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് 3 പേരാണ്. ഇവർ ഇപ്പോഴും ഈ അപകടം, ക്യാപ്റ്റൻ ഉൾപ്പെടെ 3 പേരാണ്. ഇവരിപ്പോഴും ഈ ഷിപ്പിൽ തുടരുകയാണ്. കാരണം ഇതിൻ്റെ നിയന്ത്രണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവരാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈ സമയം രാത്രിയാണ് എന്നുള്ളതുകൊണ്ട് ഈ ചരക്ക് നീക്കമൊക്കെ ഉൾപ്പെടെ ഇനി മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല. കാരണം ഇപ്പോഴും ചെരിഞ്ഞ് തന്നെയാണ് ഷിപ്പ് നിൽക്കുന്നത്. കുറേ കണ്ടെയ്നറുകളൊക്കെ മാറ്റിയിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഇനിയും
കുറേ കണ്ടെയ്നറുകൾ കൂടി ഇവിടെ നിന്ന് മാറ്റേണ്ടതുണ്ട്. എന്തായാലും നാളെ രാവിലെ തന്നെ അതിൻ്റെ നടപടികൾ ആരംഭിക്കും. അത്രയും വേഗത്തിൽ തന്നെ ഈ കപ്പൽ സുരക്ഷിതമായ നിലയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. പിന്നീട് എന്ത് ചെയ്യും എന്നുള്ള കാര്യത്തിലൊന്നും ഇപ്പോഴും ഒരു സ്ഥിരീകരണം ലഭ്യമായിട്ടില്ല. നമുക്ക് ഈ കപ്പൽ കമ്പനിയുമായി ബന്ധപ്പെട്ട് യാതൊരു വിവരങ്ങളും ലഭ്യമാവുന്നില്ല. ഇതിൻ്റെ കണ്ടന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ കോസ്റ്റ് ഗാർഡ് സംസാരിക്കുമ്പോൾ അത്തരം വിവരങ്ങളൊന്നും ഇതുവരെയും ഷെയർ ചെയ്തിട്ടില്ല, അവർ വിവരങ്ങൾ നൽകിയിട്ടില്ല എന്നുള്ള കാര്യമാണ് അറിയിച്ചിരിക്കുന്നത്. ആകെ ലഭ്യമാകുന്ന വിവരം സൾഫർ കണ്ടന്റ് ഉൾപ്പെടുന്ന ഓയിലാണ് എന്നുള്ളതാണ്. അത് ദുരന്ത നിവാരണ അതോറിറ്റിക്ക് അതിൻ്റെ ജാഗ്രതാ നിർദ്ദേശം നൽകുന്നതിൻ്റെ ഭാഗമായി അവർക്ക് അത്തരത്തിലുള്ള ഒരു വിവരങ്ങളാണ് കൈമാറുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇനി ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ സാധനങ്ങൾ കണ്ടെയ്നർ ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ പ്രോസസ്സ് നാളെ മുതൽ ആരംഭിക്കുകയും ചെയ്യും. നമ്മുടെ നാട്ടിലുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടത് ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് വെള്ളത്തിൽ കലർന്ന സാഹചര്യത്തിൽ ഈ തീരദേശങ്ങളിലുള്ള ആളുകളാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഈ ഓയിൽ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ അത്തരം സാധനങ്ങളൊന്നും സ്പർശിക്കരുത്. അത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഉടൻ തന്നെ വിവരങ്ങൾ അറിയിക്കുക എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും അത്തരത്തിലുള്ളൊരു ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് സ്വീകരിക്കേണ്ടത്. ദിവ്യ നേരത്തെ പറഞ്ഞിരുന്ന 3 ജില്ലകളായിരുന്നു, 2 ജില്ലകൾ കൂടി അലർട്ട് നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരവും കൊല്ലം തീരത്തുള്ള ആളുകൾ കൂടി ഇതിന്റെ ശ്രദ്ധ വേണം എന്നുള്ള കാര്യമാണ് അറിയിച്ചിരിക്കുന്നത്. ഇതിൽ കപ്പലുള്ള ആളുകൾ സുരക്ഷിതരാണ്, അവരെ എല്ലാവരെയും മാറ്റുകയും ചെയ്തിട്ടുണ്ട്. യെസ്, എന്തായാലും വലിയൊരു പ്രോസസ്സ്, വെല്ലുവിളിയുള്ള ഒരു പ്രോസസ്സ് തന്നെയാണ് ഈ ചരക്ക് കപ്പലിലെ എല്ലാ കണ്ടെയ്നറുകളും മാറ്റുക എന്ന് പറയുന്നത്. അപ്പോൾ അതിനായുള്ള പദ്ധതി തന്നെയാണ് നടത്തിവരുന്നത്. നാളെയോടുകൂടി തന്നെ അതിനുള്ള ശ്രമങ്ങൾ ആരംഭിക്കും. എന്തായാലും കപ്പലിലുണ്ടായിരുന്ന എല്ലാവരും, ജീവനക്കാരെല്ലാവരും സുരക്ഷിതരാണ് എന്ന ആശ്വാസകരമായ വാർത്ത തന്നെയാണ് ഈ നിമിഷം പുറത്തുവരുന്നത്. സിജോ വി ജോണാണ് വിവരങ്ങൾ നൽകിയത്.